ഹലോ ഗൈസ്, ഡൂക്ക് 790 അത് 2026 മോഡൽ ഗിവ് അവേ എങ്ങനെയുണ്ട്? അത് വേണ്ടല്ലേ? അപ്പോൾ ടൈറ്റിൽ കൊടുത്തേക്കുന്നതിൽ തന്നെ നമ്മൾ വണ്ടി ഗിവ് അവേ ചെയ്യാൻ പോകുന്നത്. ഗിവ് അവേ എന്ന് പറയാൻ പറ്റത്തില്ല, ഇത് എനിക്ക് ഉപകാരമുള്ള കാര്യമാണ്, അതേപോലെ നിങ്ങൾക്ക് ഉപകാരമുള്ള കാര്യമാണ്. അതേപോലെ ഗിവ് അവേ എന്ന് ഒരിക്കലും ഇത് പറയാൻ പറ്റത്തില്ല. ഗിവ് അവേ ആവണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ ചാനൽ റീച്ചായിട്ട് അതിൽ നിന്ന് പൈസ കിട്ടി സാധനം സെറ്റാക്കിയിട്ട് നിങ്ങൾക്ക് ഗിവ് അവേ ഫ്രീ ആയിട്ട് തരുമ്പോഴാണ് ഗിവ് അവേ. ഇതെന്ന് പറയുമ്പം കുറച്ച് പൈസ കാര്യങ്ങൾ ഇതാക്കണമെന്നുണ്ട് കേട്ടോ. അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഒരു 4 മാസമായി. ഇനിയൊരു 2 മാസം 3 മാസത്തെ ടൈമിങ്ങാണ് നമ്മൾ വെക്കാൻ വേണ്ടി പോകുന്നത്, മനസ്സിലായി? ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം എവിടെയെന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി സ്പോട്ടാണ്. വണ്ടി ഇതാണ് കേട്ടോ. വണ്ടി എടുത്തിട്ട് ഒരു 4 മാസം കഴിഞ്ഞേ ഉള്ളൂ. ഇന്നലെ ഒന്ന് വാഷൊക്കെ ചെയ്തായിരുന്നു, റിമ്മ് കാര്യങ്ങളെല്ലാം സെറ്റാക്കി. അതേപോലെ പിന്നെ ഇത് കണ്ട, ഇതിൻ്റെ ഇതൊക്കെ കണ്ട, ഇപ്പോഴും വണ്ടി സൂപ്പർ പുത്തൻ പോലെ തന്നെ ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് പിന്നെ 4 മാസമായ വണ്ടി അധികം പഴക്കമായിട്ടില്ലല്ലോ. ഇതിൻ്റെ ഓഡോമീറ്റർ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ കുറച്ച് നാളൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടി സർവീസ് സെക്കൻഡ് സർവീസ് ആവും. അപ്പോൾ പെട്ടെന്ന് കാര്യം പറയാമെന്ന് വെച്ചാൽ, അതായത് ഞാൻ വണ്ടി ഗിവ് അവേ ചെയ്യാം. ഗിവ് അവേ അല്ല ഇത്, അതിന് ഈ സാധനത്തിന് പറയുന്ന പേര് എന്താണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിപ്പോൾ എനിക്കും ലാഭമുണ്ട്, നിങ്ങൾക്കും ലാഭമുണ്ട്. എങ്ങനെയും നമ്മുടെ ചാനൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കയറ്റണം. അതേപോലെ മറ്റേ എന്നാ പറയുക, ഞാൻ വേറൊരു ചാനലിലൂടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മൾ വീഡിയോസ് ഇങ്ങനെയൊക്കെ വ്ളോഗ് കാര്യങ്ങൾ ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ല. അപ്പം ഒറ്റ കട്ടിങ്, ഒറ്റ എടുപ്പ്, ഒറ്റ യൂട്യൂബ് ഇടിയിൽ അതാണ് പരിപാടി. എഡിറ്റ് കാര്യങ്ങൾ ചെയ്ത് സമയം എൻ്റെയും കളയുന്നില്ല. പക്ഷേ ഇതിപ്പം എന്താ പറയുക, വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് സ്ക്രിപ്റ്റ് കാര്യങ്ങൾ എഴുതിക്കൊണ്ട് വന്ന് ചെയ്യാത്തതുകൊണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് പറയാൻ കിട്ടത്തില്ല. അല്ലാതെ വീട്ടിൽ ചുമ്മാ ഇരുന്ന് ചിന്തിച്ചപ്പം ഇങ്ങനെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിൽ വന്ന് അതപ്പോൾ ഇത് ഇപ്പം തന്നെ എടുത്തങ്ങ് ചാടുവന്ന് കേട്ടോ. അത് ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ, വണ്ടി ഇപ്പം യൂട്യൂബിൽ നിങ്ങൾക്കറിയാം, യൂട്യൂബിൽ പൈസ കാര്യങ്ങൾ കിട്ടും. അപ്പം എങ്ങനെയും ഒന്ന് ചാനൽ ഇതാക്കണം. എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും എൻ്റെ ഈ യൂട്യൂബിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ പഴയ യൂട്യൂബിൻ്റെ ലിങ്ക് ആണെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്തില്ല. പണ്ടെങ്ങാണ്ട് ഞാൻ ചാനൽ തുടങ്ങിയപ്പം അമ്മമാർക്കൊക്കെ ഷെയർ ചെയ്ത് വാട്സപ്പിലൊക്കെ ഇത് കൊടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങൾ കുറവാണ്. എങ്കിലും സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങൾ കയറ്റണം. പിന്നെ ഭാവിയിൽ ഡൂക്ക് 790 മേടിക്കാൻ ആഗ്രഹമുണ്ട്. അത് ഇതേപോലെ കുറേ നാളൊക്കെ ഓടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്കപ്പം യൂട്യൂബിൽ നിന്ന് പൈസ കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും ഫ്രീ ആയിട്ട് തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പം ഈ വീഡിയോ മറ്റ് യൂട്യൂബർമാരാണെങ്കിലും മറ്റേ ട്രോൾ ഉണ്ടാക്കുന്നവരാര് കണ്ടാലും നിങ്ങളൊക്കെ ഇത് കട്ട് ചെയ്ത് അതിലും ഒന്നും ഇട്ട് അല്ലേ ഷെയറാക്കി അത് ഇതൊന്നും ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് വണ്ടി വേണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇതിൽ ഞാൻ GPay UPI കൊടുക്കാം. അപ്പോൾ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ 10 രൂപയാണ്. 10 രൂപ വെച്ച് GPay ID ഒരു അക്കൗണ്ട് ഞാൻ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് 10 രൂപ വെച്ചിടുക. അപ്പം 10 രൂപ വെച്ചിട്ട് വണ്ടിക്ക് എത്ര ലോണ് എമൗണ്ട് ഒരു തുകയുണ്ട്. അതായത് ഇപ്പം ഞാൻ വണ്ടി വാങ്ങിച്ചപ്പം 70,000 രൂപ കൊടുത്താൽ മേടിച്ചത് ഡൗണ്. എന്നിട്ട് അതിൽ നിന്ന് ഒരു 6,320-30 ആ റേഞ്ചിൽ മാസം EMI പോകുന്നുണ്ട്. അത് 4 വർഷത്തേക്കാണ് എടുത്തത്. അപ്പോൾ ഇപ്പോൾ 4 മാസത്തെ EMI അടച്ച് ഇനിയൊരു 2-3 മാസത്തേക്കൂടെ ഉള്ളത് ഞാൻ അടയ്ക്കുകയും അതേപോലെ ജോലിക്ക് പോയി വണ്ടി സർവീസ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കാം. ആ ഒരു ഗ്യാപ്പിനുള്ളിൽ ഈ 10 രൂപ വെച്ച് ഇത്രയും ഒരു ലോണ് അടച്ച് ക്ലോസ് ചെയ്യാനുള്ള എമൗണ്ട് എൻ്റെ അക്കൗണ്ടിനകത്ത് കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വണ്ടി നമുക്ക് ഗിവ് അവേ ആയിട്ട്, ഗിവ് അവേ അല്ല, ഇത് ഒരു നറുക്കെടുപ്പ് പോലെ സംഭവം പോലെ സെറ്റാക്കിയിട്ട് നിങ്ങളിൽ ആരെങ്കിലും തരാം. മറിച്ച് ആ എമൗണ്ട് കൂടി, അപ്പം പൈസ കൂടുകയെന്നുണ്ടെങ്കിൽ ആ പൈസ എടുത്തിട്ട് ഇത് എന്ത് ചെയ്യും, ഇതേപോലെ
ഒന്നുകിൽ ഡൂക്കിൻ്റെ തന്നെ 250 അല്ലെങ്കിൽ ഡൂക്കിൻ്റെ 350 പുതിയത് മേടിച്ചിട്ട് നിങ്ങൾക്ക് തരാം. പിന്നെ അതിൽ നിന്ന് പൈസ കാര്യങ്ങൾ എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വേറെ ഏതെങ്കിലും ആൾക്കാർക്ക് എന്തെങ്കിലും സെറ്റാക്കാം. എനിക്ക് യൂട്യൂബിൽ നിന്ന് അപ്പോഴത്തേക്ക് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ 10 രൂപ വെച്ച് ഇടുകയും വേണം. അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കാർക്കെങ്കിലും ഈ വീഡിയോ വാട്സപ്പിലോ എന്തെങ്കിലും ലിങ്ക് ഷെയർ ചെയ്യുകയും വേണം. അതേപോലെ നമ്മുടെ ഈ ചാനലും ഞാൻ മറ്റേ എൻ്റെ ഒരു ഗെയിമിംഗ് ചാനൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൂടെ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് എനിക്ക് ഉപകാരമുണ്ട്, നിങ്ങൾക്കും ഉപകാരമുണ്ട്. നിങ്ങൾക്ക് ഈ ഉപകാരം വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം, എൻ്റെ മനസ്സിലുള്ള ആ ഒരു കാര്യവും നിങ്ങൾക്ക് തോന്നിയതും ഉടായിപ്പെന്നോ എന്താണെന്നോ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം കമൻറ്റ് രേഖപ്പെടുത്താൻ. ഈ ഒരു കാര്യം നല്ലതാണോ മോശമാണോ ഒന്നും എനിക്ക് തോന്നുന്നില്ല, എനിക്കറിയത്തില്ല. അതായത് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇപ്പോൾ വീട്ടിൽ ഇങ്ങനെ കിടന്ന സമയത്ത് ഇങ്ങനെ മനസ്സിൽ കാര്യം വന്ന് അതൊരു വീഡിയോ വ്ളോഗൊക്കെ ആയിട്ട് ചെയ്യുന്നു. പിന്നെ വണ്ടിയുടെ വേണേൽ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇങ്ങനെയാണ് കേട്ടോ. ഇത് ഗൺമെറ്റൽ എന്ന് പറഞ്ഞ കളറാണ്. ഞാൻ നമ്മുടെ പഴയ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് എപ്പോഴും ഓൾറെഡി കാര്യങ്ങൾ പറയാം. നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല. ഈ ഒരൊറ്റ വീഡിയോ മാത്രം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ രേഖപ്പെടുത്തിയാൽ മതി. ഇത് ഓറഞ്ച്, ഇതൊരു സിൽവർ ഗൺമെറ്റൽ എന്ന് പറഞ്ഞ കളറ്. KTM ഡൂക്ക് 250 2026 മോഡൽ. നേരത്തെ ഞാൻ ഓഡോ മീറ്റർ കാര്യങ്ങളെല്ലാം കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ നമ്മൾ നിൽക്കുന്ന സ്പോട്ടെന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. ഇത് ഏതാ സ്ഥലമെന്ന് മനസ്സിലായിട്ടുള്ളവർക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ പിന്നെ പണ്ട് കുറേ വീഡിയോ കാര്യം ഞാൻ ഒരു പെണ്ണിനെ പണ്ടോട്ടേ പ്രേമിക്കുന്നുണ്ടായിരുന്നു. അതപ്പോൾ ജോലി കാര്യങ്ങൾ വന്നിട്ട് നമ്മൾ ഹോട്ടൽ പരമായിട്ടുള്ള ജോലിക്ക് കാര്യങ്ങളാണ് പോകുന്നത്. അപ്പം അവിടെ നിന്ന് വന്ന് അത് കണ്ണൂർ, തലശ്ശേരി, പിന്നെ കോഴിക്കോട്, അല്ലെങ്കിൽ എറണാകുളം, കോട്ടയം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് ജോലി. ഞാൻ ഇച്ചിരി ലോങ്ങൊക്കെ പോയി. എന്നിട്ട് ഈ ഇടയ്ക്ക് വന്നപ്പം അവളെ ഇതേപോലെ കണ്ട് ഞാൻ പണ്ടുകൊണ്ടേ എനിക്കിഷ്ടമാണ്. പക്ഷേ പണ്ടുതൊട്ടേ എനിക്ക് പോയി പറയാൻ പേടിയായതുകൊണ്ട് പോയിട്ടില്ല. പക്ഷേ നമ്മൾ കഴിഞ്ഞിടയ്ക്ക് പോയി പറഞ്ഞ കാര്യങ്ങൾ അവൾക്ക് പക്ഷേ ഇഷ്ടമല്ല. ഞാൻ പുറകെ നടക്കരുത്. അതേപോലെ അവൾ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും, പോലീസുകാരെ പറഞ്ഞു കൊടുക്കും. അവൾ പിന്നെ ഇതുവഴിയാണ് പോകുന്നത് കേട്ടോ. ആ ഒരു റോഡിൻ്റെ ആ ഒരു വഴി കൂടെയാണ് പോകുന്നത്. വീട്ടിൽ ഒരു കുറച്ച് ജോലി കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഈ വഴിയാണ് പോകുന്നത്. പോകുമ്പം പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ പെൺപിള്ളേരെ സംബന്ധിച്ച് അന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചതെന്ന് പറഞ്ഞാൽ ഇങ്ങാര് എവിടെ ഉള്ളയാ അങ്ങനെയൊക്കെയാണ് കേട്ടോ സംഭവിച്ചത്. എന്നിട്ട് ഇങ്ങനെ അതുവഴി പോവും. പെൺപിള്ളേരെ സംബന്ധിച്ച് അവർക്ക് മറ്റേ അവളെന്നൊന്നും പറയുന്നത് ഇഷ്ടമല്ല. അതേപോലെ ഒന്നും ഇഷ്ടമല്ല. ഓരോരുത്തർക്കും ഓരോ സ്വഭാവമാണ്. പിന്നെ നമ്മൾ വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ ആക്കാൻ പുറകെ നടക്കാനൊന്നും നിന്നില്ല. എന്നെ സംബന്ധിച്ച് പെൺപിള്ളേരായാലും ഇങ്ങോട്ടൊരാൾ ഇതാക്കിയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ കൊള്ളായിരുന്നു. അതാണ് നല്ലത്. നമ്മളുടെ ഇഷ്ടം വെച്ച് ഇതാക്കുമ്പം നമ്മൾ അവരുടെ കീഴിൽ ഇങ്ങനെ ഇതാക്കേണ്ടി വരും, മനസ്സിലായോ? പക്ഷേ അവർക്കൊരാൾക്ക് നമ്മളോട് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളും അവരെ സ്നേഹിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കറക്റ്റ് സെറ്റായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതും നിങ്ങളുടെ എന്താണ് അഭിപ്രായമെന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ വേറെ കുറേ കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ച് അതെല്ലാം മറന്നുപോയി. ഇപ്പം പിന്നെ ഡൂക്കിൻ്റെ 790 കാര്യങ്ങളൊക്കെ ഇറങ്ങി പുതിയത്. അതൊക്കെ കണ്ടിട്ട് കിളി പോയി. പിന്നെ 890R ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് ഇപ്പം ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോസ് വീട്ടിൽ ചെന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ല. നമ്മളൊക്കെ മനുഷ്യരായതുകൊണ്ട് എപ്പോഴാണ് തട്ടിപ്പോകുന്നതെന്നൊന്നും അറിയത്തില്ല. അപ്പം പിന്നെ ഈ മറ്റ് തരത്തിലൊന്നും പൈസ മുടക്കി അല്ലേ വേറെ ആരെയും കൊണ്ടും വീഡിയോ റിയാക്ട് ചെയ്യിപ്പിച്ച് അങ്ങനെയൊക്കെ വൈറലാകണമെന്നൊന്നും എനിക്കൊരു യാതൊരു താല്പര്യമില്ല. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും സെറ്റായില്ലെങ്കിൽ നമ്മൾ നോർമലാക്കുന്ന പോലെ തന്നെ ജോലിക്ക് പോകുന്നു, വണ്ടിയുടെ അടവടയ്ക്കുന്നു. അടവെല്ലാം അടച്ച് കഴിയുമ്പോഴത്തേക്ക് അന്നത്തെ എൻ്റെ മനസ്സിൻ്റെ ഇതുപോലെ ഇരിക്കും. അന്ന് ചിലപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും. ചിലപ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് ഓൾറെഡി ചാനലിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരിക്കാം. പക്ഷേ അത് 4 വർഷം കഴിയും. അപ്പോഴത്തേക്ക് വണ്ടി ഒരു പരിവാകും. അപ്പോൾ ഇപ്പോഴേ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് സെറ്റാക്കിയാൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഈ യൂട്യൂബ് കാര്യങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുമ്പം ഇതിൽ നിന്നൊക്കെ പൈസ അത്യാവശ്യം കിട്ടും.
അപ്പോൾ നമുക്കിപ്പോൾ കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾ ഈ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളെ ആരെയിലൂടെയൊക്കെ കണ്ടൻറ്റ് ക്രിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. അപ്പം ശരി, എന്നാൽ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. ഇപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞ്, അപ്പം റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതേപോലെ വേറെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. വണ്ടിനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ളത് അതൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ.